നമസ്കാരം. ഇപ്പോൾ വീഡിയോയിൽ വന്നത് തീർച്ചയായിട്ടും പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിക്കണം. കാരണം ഒരു സാധാരണക്കാരൻ സിനിമ എടുത്ത് തിയേറ്ററിൽ എത്തിക്കഴിയുമ്പോൾ താഴ്ന്ന രീതിയിൽ ഡീഗ്രേഡ് അടിക്കുന്ന ഒത്തിരി മോശം മീഡിയാസ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ അത് കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ഒരു കഷ്ടപ്പെട്ട ഒരു സിനിമ പിടിച്ച് തിയേറ്ററിൽ എത്തിച്ചു കഴിയുമ്പോൾ അതിനെക്കുറിച്ച് മോശവത്തായ രീതിയിലുള്ള സംഭാഷണങ്ങളും മോശവത്തായ രീതിയിലുള്ള പ്രേക്ഷകരെ കളക്ട് ചെയ്ത് സംസാരിക്കുന്ന രീതി മാത്രം വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്ത് അത് മീഡിയകളിൽ വൈറലാക്കി ആ ഒരു ചിത്രത്തെ ഡീഗ്രേഡ് അടിക്കുന്ന രീതിയിൽ തന്നെ കുത്തി നിറയ്ക്കുന്ന ഒത്തിരി മോശവത്തായ മീഡിയാസ് ശരിക്കും പറഞ്ഞാൽ മാഫിയകളാണ്. ഒരു സാധാരണക്കാരനൊരു സിനിമ വളരെയധികം കഷ്ടപ്പെട്ട് തിയേറ്ററുകളിൽ റിലീസിംഗിന് എത്തിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം തന്നെ കാണുന്നതിന് മുമ്പ് തന്നെ ആ ഒരു ചിത്രം കണ്ടിറങ്ങുന്നതിന് മുമ്പ് തുടങ്ങി തന്നെ ഡീഗ്രേഡ് അടിക്കുന്നതും അതോടൊപ്പം തന്നെ ആ ഒരു ചിത്രത്തെ കുറിച്ച് മോശവത്തായ രീതിയിൽ തന്നെയുള്ള ഒത്തിരി അഭിപ്രായങ്ങൾ കുത്തി നിറച്ചിറക്കുന്ന ഒത്തിരി വീഡിയോസ് ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ കണ്ടുവരുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളാരും ആ ഒരു കാന്തവലയത്തിൽ പോയി പെടരുത്. കാരണം ഒരു ചിത്രം വളരെയധികം കഷ്ടപ്പെട്ടെടുത്തതിന് ശേഷം അത് റിലീസിംഗ് ഡേറ്റ് കാത്തിരിക്കുന്ന പ്രൊഡ്യൂസർ, സംവിധായകർ, അതിൽ അഭിനയിച്ചിരിക്കുന്ന പുതുമുഖങ്ങളായിക്കോട്ടെ പഴയ ആളുകളായിക്കോട്ടെ, തീർച്ചയായിട്ടും ആ ഒരു ചിത്രത്തിന് വളരെ വലിയൊരു ലൈഫാണുള്ളത്. ആ ഒരു ചിത്രം റിലീസിംഗിന് ശേഷം പോയി നേരിട്ട് തിയേറ്ററിൽ കാണുക, കണ്ടതിന് ശേഷം മാത്രം അഭിപ്രായം പറയുക. ഒരു ചിത്രം കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ കമന്റ്സിനും അഭിപ്രായങ്ങൾക്കും ശരിക്കും പറഞ്ഞാൽ ആ ഒരു സിനിമയുടെ ലൈഫ്, ആ ഒരു സിനിമക്കുള്ള ജീവൻ എത്ര നാൾ എന്ന് തീരുമാനിക്കുന്നത് പ്രേക്ഷകരാണ്. എന്നെപ്പോലുള്ള ആളുകളാണ്, നിങ്ങളെപ്പോലുള്ള പ്രേക്ഷകരാണ്. തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണാതെ തന്നെ അടിച്ചിറക്കുന്ന ഈ ഓരോ കമന്റ്സുകളും ഓരോ അഭിപ്രായങ്ങളും വളരെ തെറ്റായ രീതിയിലുള്ള സഞ്ചാരമാണെന്നുള്ള കാര്യം നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. എന്തിന് ഇങ്ങനെ കള്ള പ്രചരണങ്ങൾ ഉണ്ടാക്കണം? കള്ളം പറയുന്ന ഓരോ അഭിപ്രായങ്ങൾ കുത്തി നിറച്ച വീഡിയോകൾ എന്തിന് സമൂഹ മാധ്യമങ്ങളിൽ നിരത്തണം? ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം തീർച്ചയായിട്ടും എന്റെ മാത്രമല്ല, ഒത്തിരി പ്രേക്ഷകരുടെ, ഒത്തിരി പ്രൊഡ്യൂസർമാരുടെ, ഒത്തിരി സംവിധായകരുടെ, ഒത്തിരി നടന്മാരുടെ, ഒത്തിരി നടിമാരുടെ, തീർച്ചയായിട്ടും അവർക്കൊക്കെ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. വളരെ തെറ്റായ സഞ്ചാരത്തിലൂടെയുള്ള ഈ ഒരു പ്രവൃത്തി നിർത്തുക എന്നുള്ളതാണ്. കാരണം ഒത്തിരി മാഫിയാസ് ഉണ്ട്. കാരണം ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു സിനിമയിലെ നടന്മാരെ മാത്രം എയിം ചെയ്ത് അത് ഇന്ന നടനാണോ, ഇന്ന നടനാണെങ്കിൽ മാത്രം ആ ഒരു സിനിമ വിജയിച്ചാൽ മതി. എന്നാൽ കുറച്ച് ആൾക്കാരെ നമുക്ക് തെറ്റായ രീതിയിൽ പ്രചരണം നടത്തി കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ആ ഒരു ചിത്രം കാണില്ല എന്നുള്ളൊരു മൈൻഡ് ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ പ്രേക്ഷകർ മണ്ടന്മാരൊന്നുമല്ല. തീർച്ചയായിട്ടും നിങ്ങൾ അത് മനസ്സിലാക്കണം. അപ്പൊ ഇതേപോലെയുള്ള കാന്തവലയങ്ങൾ, തെറ്റായ രീതിയിലുള്ള പ്രചാരണങ്ങൾ നടത്തുന്ന ഒത്തിരി മാഫിയാസ് അല്ലെന്നുണ്ടെങ്കിൽ മീഡിയാസ്, അവരെ നിങ്ങൾ കണ്ടതിന് ശേഷം അല്ലെന്നുണ്ടെങ്കിൽ കണ്ടറിഞ്ഞതിന് ശേഷം ആ ഒരു ചിത്രം പോയി കാണാതിരിക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾ ഏതൊരു ചിത്രവും റിലീസായതിനു ശേഷം അത് തിയേറ്ററിൽ പോയി കാണുക. തിയേറ്ററിൽ പോയി കണ്ടതിന് ശേഷം മാത്രം അഭിപ്രായങ്ങൾ പറയുക എന്നുള്ളതാണ്. അതാണ് വളരെ സത്യവത്തായ രീതിയിലുള്ള ഒരു സഞ്ചാരം. അപ്പോ ഈ സമയത്ത് ഈ ഒരു വീഡിയോയുമായി വരാനുള്ള കാരണം തീർച്ചയായിട്ടും ഇപ്പോൾ തിയേറ്ററിൽ ഓടുന്ന പഞ്ചായത്ത് ജെട്ടി എന്ന് പറയുന്ന ആ ഒരു നല്ല ചിത്രം, ആ ഒരു ചിത്രത്തെക്കുറിച്ച് വളരെ തെറ്റായ രീതിയിലുള്ള പ്രചരണങ്ങൾ പല മീഡിയ വഴി കണ്ടായിരുന്നു. മീഡിയാസിന്റെ പേരുകളൊന്നും നമ്മൾ പറയുന്നില്ല. കാരണം ഒരു മീഡിയ അടിച്ചു താത്തിയോ ചവിട്ടി താത്തിയതിനു ശേഷം നമ്മൾ കയറി പോകാനുള്ള പല ശ്രമങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും അത് തെറ്റിദ്ധരിപ്പിക്കുന്ന, അതായത് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോസും തീർച്ചയായിട്ടും ആ ഒരു സിനിമ ഡയറക്ട്ലി പോയി തിയേറ്ററിൽ കാണുക, ബിഗ് സ്ക്രീനിൽ കാണുക. കാണാൻ പറ്റിയ നല്ലൊരു ചിത്രമാണ് പഞ്ചായത്ത് ജെട്ടി എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിന്റെ വാല്യൂ ഒരു സാധാരണക്കാരൻ കണ്ടിരിക്കേണ്ട നല്ലൊരു ചിത്രമാണ്. കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മറിമായം എന്ന് പറയുന്ന ആ ഒരു ടീം തീർച്ചയായിട്ടും വർഷങ്ങളോളമായി മറിമായം എന്ന് പറയുന്ന ഒരു വലിയൊരു പരമ്പര, ശരിക്കും മണിക്കൂറുകൾ മാത്രം ദിനം പ്രതി കണ്ടുവരുന്ന ആ ഒരു പരമ്പരയ്ക്ക് മണിക്കൂറുകളല്ല ഇപ്പൊ ആയുസ്. കാരണം ആ ഒരു ടീം ചെയ്തിരിക്കുന്ന 2.5 മണിക്കൂർ ചിത്രത്തിന്റെ വാല്യൂ, ആ ഒരു ചിത്രത്തിന്റെ ജീവൻ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കേണ്ടതാണ്. അത്യാവശ്യം കോമഡി, സസ്പെൻസ് ഒക്കെ ഉള്ള നല്ലൊരു ചിത്രമാണ്. തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്ന ഒത്തിരി മീഡിയാസ് ഉള്ള ഒരു കാലഘട്ടമാണ് ഈ ഒരു കാലഘട്ടം. തീർച്ചയായിട്ടും നിങ്ങളെപ്പോലും നല്ല നല്ല പ്രേക്ഷകർ ഇതേപോലെയുള്ള വീഡിയോസ് കണ്ടതിന് ശേഷം ആ ഒരു ചിത്രം ഒഴിവാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങൾ നേരിൽ തന്നെ പോയി കണ്ട് അതിനുശേഷം അതിന്റെ അഭിപ്രായങ്ങൾ പറയുക എന്നുള്ളതാണ്. ഇതൊരു അപേക്ഷയായിട്ട് എടുക്കണം. കാരണം തീർച്ചയായിട്ടും ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഒരു ചിത്രം ഷൂട്ട് ചെയ്ത് റിലീസിംഗ് ഡേറ്റ് കണ്ടുപിടിച്ച് ആ റിലീസ് ചെയ്ത് ബിഗ് സ്ക്രീനിൽ എത്തിക്കുന്നത്. ആ ബിഗ് സ്ക്രീനിൽ എത്തിക്കഴിയുമ്പോൾ അതിൽ എത്ര നടന്മാർക്കും എത്ര നടിമാർക്കും ഭാവി തെളിയിക്കുന്ന അല്ലെങ്കിൽ ഭാവി ഉദിച്ചു വരുന്ന ഒരു ടൈമാണ് ആ ഒരു ചിത്രത്തിന്റെ ലൈഫ്. തീർച്ചയായിട്ടും നിങ്ങളെപ്പോലുള്ള പ്രേക്ഷകർ കണ്ടതിന് ശേഷം വിലയിരുത്തിയാൽ മാത്രമേ ആ ഒരു സിനിമയ്ക്ക് ലൈഫ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ഒരു വീഡിയോസിലൂടെ പറയാനുള്ള തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്ന മീഡിയക്കാരെ ശ്രദ്ധിക്കുക. സിനിമ എന്ന് പറയുന്നത് അതിലെ പ്രധാന വേഷം അഭിനയിച്ചു കാണിക്കുന്ന നടനും നടിയും മാത്രമല്ല, ആ ഒരു സിനിമയുടെ ഏറ്റവും താഴെ തട്ട് മുതൽ ചായ കൊടുക്കുന്നത് മുതൽ മുകൾ വശം വരെ ചിന്തിക്കണം. തീർച്ചയായിട്ടും ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു ചിത്രം അവർ ഷൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് റിലീസിംഗ് ഡേറ്റ് കണ്ടുപിടിക്കുന്നത്, തിയേറ്ററിൽ എത്തിക്കുന്നത്, ബിഗ് സ്ക്രീനിൽ എത്തിക്കുന്നത്, നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു കാരണവശാലും ഒരു ചിത്രവും കാണാതെ അഭിപ്രായം പറയാണ്ടിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ കാണുക. അപ്പൊ
അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കിടയിലായി സത്യസന്ധമായ രീതിയിലുള്ള കമന്റ്സുമായി വരുമെന്ന് വിചാരിച്ചുകൊണ്ട് ഐ ആം വെയിറ്റിംഗ്.